നിങ്ങൾ ഇന്നോട്ട് പരിശോധിച്ച് നോക്കിയോ. രാവിലെ എഴുന്നേറ്റ് നമ്മൾ സമർപ്പിക്കുകയാണ്. ഇപ്പം ഞാനാ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ ശുശ്രൂഷ മേഖലകൾ, ഞാൻ പറയാൻ പോകുന്ന ദൈവവചനം, അയൽവാസികൾ, ശുശ്രൂഷകർ, എൻ്റെ വീട്, എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ, ഞാൻ എന്തെല്ലാം സമർപ്പിച്ച് ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നോ ആ വിഷയത്തിലൊന്നും ഒരു പിശാചിനും കയറാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇത് നിങ്ങളൊന്ന് പരിശോധിക്കണം. നമ്മൾ ചിലപ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ നമ്മൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കാൻ മറന്നു പോകും. അതൊക്കെ നമുക്കൊരു കുഴപ്പവും തോന്നിയാലും തോന്നും. ചില സാഹചര്യങ്ങളിലേ അതൊന്നും വലിയ അവിടെ നിന്നൊന്നും ഒരു തിന്മയും വരാൻ സാധ്യതയില്ല, അവിടെ നിന്നും ഒരു കുഴപ്പവും വരികയില്ല, അവിടെ നിന്ന് ഇപ്പം എന്നാ വരാനാ ഉള്ളത്, അതെല്ലാം നോർമലായിട്ട് സന്തോഷമായിട്ട് പോവുകയാണല്ലോ. നമുക്കങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ പ്രാർത്ഥന കുറച്ച് വേറെ ഏതൊരു കാര്യം ശക്തമായിട്ട് പ്രാർത്ഥിക്കും. നമ്മൾ സമർപ്പിച്ച് പിശാചിന് കയറാൻ കഴിയില്ല. ഹല്ലേലൂയ. ചില വാച്ചുകളുടെ പുറത്ത് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ഇത് വെള്ളം കയറിയാലെന്ന്. ഇത് വെള്ളത്തിൽ വീണാലും ഈ വാച്ചിനകത്ത് വെള്ളം കയറിയാലെന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ വാച്ച് വെള്ളം ഉള്ളിടത്ത് പോയി യുദ്ധം ചെയ്യുന്നതാണോ? ഈ വാച്ച് വെള്ളത്തിൽ വീണാലും ഈ വെള്ളം ഈ വാച്ചിനകത്ത് കയറിയാലെന്ന എന്ന് പറയാനുള്ള കാരണം, ഈ വാച്ചിനകത്ത് വെള്ളം കയറാത്ത വിധത്തിൽ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു തിന്മയും നമ്മുടെ ദേഹത്ത്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, ജോലി, കുടുംബം, മക്കൾ, തലമുറ, ഭാവി ഒന്നിലും കയറാതിരിക്കാൻ ഇതുപോലെ നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളും സമർപ്പിച്ചേൽപ്പിക്കണം. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, അതിനാകെ 5 മിനിറ്റ് പോലും വേണ്ട. പക്ഷെ ഞാൻ ഒരു കാര്യത്തിൽ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. അവിടുന്ന് ഒരു കുഴപ്പവും വരില്ലെന്ന് ഞാൻ അവിടുന്ന് ഒരു ചെറിയൊരു കടുകുമണിക്ക് പോലും അതിൽ നിന്ന് ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ലാത്തതാണ്. പക്ഷെ ഒരു പ്രതിസന്ധി അവിടുന്നാ വന്നേ. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ കിട്ടിയത്, ഞാനത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താത്ത കാര്യമാണ്. ഇപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും, ഇപ്പം ഇതിനു വേണ്ടി ഇതൊക്കെ പ്രാർത്ഥിക്കണോ? ഇതിന് എപ്പോഴും പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുമല്ലോ. വിശുദ്ധ ഗ്രന്ഥം നോക്കിക്കേ. ഈശോ അതിരാവിലെ എഴുന്നേറ്റ് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോ പോലും രാത്രിയിൽ ഏകാന്തതയിൽ ഒറ്റ ഒരു സ്ഥലത്ത് പോയി കുറേ നേരം പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോ പോലും അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം നമ്മളോ? പ്രിയപ്പെട്ട ശ്രദ്ധിച്ച്, ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും, വ്യക്തികളെയും, സാഹചര്യങ്ങളെയും സമർപ്പിച്ച് ദൈവകരങ്ങളിൽ കൊടുക്കണം. ഒരു ദിവസം കൊടുത്തിട്ട് 10 ദിവസം കൊടുക്കാതിരിക്കരുത്, ദിവസവും കൊടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും, നിങ്ങളുടെ മക്കളെ ദിവസവും ദൈവത്തിനോ, അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, നല്ല സ്വഭാവമാണല്ലോ, പറയുന്നില്ല, അതുപോലെ അനുസരിക്കുന്നുണ്ട്, ഇപ്പം എന്താ കുഴപ്പം? അവിടെ നിന്ന് എൻ്റെ മക്കളൊന്നും ഉഴപ്പില്ല. നമ്മൾ ചിന്തിക്കും ഇപ്പോൾ കുഴപ്പമില്ല. നാളെ ഒരു തിന്മയും ആ മക്കളിൽ കയറാതിരിക്കാൻ അവരെ എന്നും എഴുന്നേക്കും, ദൈവമേ എൻ്റെ മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു. എല്ലാ ദിവസവും സാമ്പത്തിക കാര്യം, ബിസിനസ്, കൃഷി, എന്തു കാര്യം ദൈവമേ അത് നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ദിവസവും ഏൽപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സമർപ്പിച്ചേൽപ്പിക്കണം. അടുത്തത് എന്നെ വളരെ സ്വാധീനിച്ചൊരു കാര്യം കൂടെ പറയാം. അതായത് കാനായിലെ കുടുംബത്തിൽ വെള്ളം തീർന്നു പോയപ്പം എവിടുത്തെ പാത്രമാണ് ദൈവം കൊണ്ടുവരാൻ പറഞ്ഞത്? കാനായിലെ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അത്ഭുതം ചെയ്യാൻ പോവാണ്. വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോ ഏത് പാത്രം എടുക്കാനാ പറഞ്ഞേ? അയലോക്കത്തെ വീട്ടിൽ ഒരു പാത്രം കൊണ്ടുപോകാന്നാണോ പറഞ്ഞത്? ഈ ഒരു ശ്രദ്ധിച്ചോ? ഈശോ പറഞ്ഞു, ഈ വീട്ടിലെ കിണറ്റിൽ നിന്ന്, ഈ വീട്ടിലെ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് കോരണം. ഈ വീട്ടിലെ എല്ലാം ഉപയോഗിച്ചാൽ മതി. ഒന്നും കൂടെ പറയാം. അത്ഭുതം ചെയ്യാൻ ദൈവം ഉപയോഗിച്ചത് ആ വീട്ടിലെ കിണർ, ആ വീട്ടിലെ കിണറ്റിലെ വെള്ളം, ആ വീട്ടുകാർ നാളുകളായി കോരിക്കൊണ്ടിരുന്ന കയറ്, അത് കോരാൻ ഉപയോഗിച്ച ബക്കറ്റ്, ആ വീട്ടിലെ പാത്രം, ആ വീട്ടിലെ പരിചാരകർ ഒന്നും കടം വാങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താ ഇതിൻ്റെ അർത്ഥം? അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ എങ്ങനെ അനുഗ്രഹം വരുന്നേ? നിങ്ങളിലൂടെ, നമ്മളിലൂടെ, എല്ലാം കൂടെയാ. കാനായിലെ കുടുംബത്തിൽ വെള്ളം വീഞ്ഞാക്കാൻ വേണ്ടിയിട്ട് ഈശോ ചെയ്തത് ആ വീട്ടിലെ പാത്രം, ആ വീട്ടിലെ കിണർ, ആ വീട്ടിലെ പാത്രങ്ങൾ, ആ വീട്ടിലെ പരിചാരകർ എല്ലാം ഉപയോഗിച്ചു. അപ്പം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കാൻ ആരെ ഉപയോഗിക്കുള്ളൂ ദൈവം? നമ്മളെ തന്നെ. ഒരു വീട്ടിൽ 4 പേരുണ്ടെന്ന് കരുതുക. 4 പേരെയും ദൈവം ഉപയോഗിക്കും. ഒരാളെ വെള്ളമായിട്ട്, ഒരാളെ കിണറായിട്ട്, ഒരാളെ പാത്രമായിട്ട്, എല്ലാം നമ്മളെ ഉപയോഗിക്കും.
ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നൊരു മെസ്സേജാണത്. കർത്താവ് ഈ സ്ഥലത്തെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാ? പുറത്തുനിന്ന് കുറേ കടം മേടിച്ച് സാധനം കൊണ്ടല്ല, ഇവിടെയുള്ള വ്യക്തികളെ കൊണ്ട് തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്യും. അതിനെല്ലാം ഉപകരണങ്ങളാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അത് ഭയങ്കര ഒരു ആഴമുള്ള വിഷയം കേട്ടോ. അത് നിസ്സാരമായ ഒരു കാര്യമല്ല കേട്ടോ. കാനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പം അത്ഭുതം ചെയ്യാൻ വേണ്ടി അത് ഇന്ന് വരെ ഉപയോഗിക്കാത്ത പുതിയൊരു പാത്രം മേടിച്ചുകൊണ്ട് പോവാ. വേറെ ഞാൻ സ്പെഷ്യലായിട്ട് പ്രാർത്ഥിച്ചു വിട്ട 2-3 പേരുണ്ട്, അവർ കോരിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ പ്രത്യേകമായിട്ടൊരു കയറട വെച്ചിട്ട് അത് എടുത്തുകൊണ്ട് പോവാ. ഒന്നും സ്പെഷ്യലല്ല. ആ വീട്ടിലെ എല്ലാം ഉപയോഗിച്ചു. നമ്മുടെ വീടിനെ അനുഗ്രഹിക്കാൻ ദൈവം നമ്മുടെ വീട്ടിലുള്ളവരെ എല്ലാം ദൈവം ഉപയോഗിക്കും. നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട് ഇങ്ങനെയല്ലേ, നമ്മുടെ വീട്ടിലെ ഇപ്പോൾ ഉള്ളത് മതി. അത് തന്നെ ദൈവം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ളവരെ കൊണ്ട് തന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതു വിഷമത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാണേലും ദൈവം നിങ്ങൾ ആ വചനത്തിലൂടെ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദിവസമാണ്. കുറച്ചുള്ള സമയം ഒരു 10 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് തൊട്ട് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. കാരണം 11 മണി തൊട്ട് ദൈവവചനം പറയാൻ കിട്ടുമ്പോൾ അതിൻ്റെ പകുതിയിലധികം സാക്ഷ്യം പറയാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ 12 മണിക്ക് കുർബാന കഴിഞ്ഞ ഉടനെ നമ്മൾ സാക്ഷ്യം പറയലേ വായിക്കും. കാരണം അല്ലെങ്കിൽ ദൈവവചനം ശരിക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ മാറ്റം ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഇന്ന് മുതൽ കുർബാന കഴിഞ്ഞ് നമ്മൾ ഉടനെ സാക്ഷ്യം പറഞ്ഞ് ആ സാക്ഷ്യത്തോട് ചേർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കും. സമയത്തിനൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ വചനം ഒരു കാര്യം, ശരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വചനമെങ്കിലും പരിശുദ്ധാത്മാവ് എഴുതി വെക്കണം. ഇച്ചിരി സമയം കൊടുക്കണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആവശ്യമായ ആ ഒരു വചനം ഇങ്ങനെയാണ്: അവൻ വചനം അയച്ച് രോഗികളെ സുഖപ്പെടുത്തി. എന്താ അയച്ചത്? അവൻ സൗഖ്യം അയച്ചു എന്നല്ല, വചനം അയച്ചു. അപ്പൊ വചനത്തിനകത്ത് എന്തൊക്കെയുണ്ട്? വചനത്തിനകത്ത് സൗഖ്യമുണ്ട്, വചനത്തിനകത്ത് വിടുതലുണ്ട്. ഇന്നും എങ്ങനെയാ? നമ്മളിലൂടെ ദൈവം അടുത്ത ആഴ്ച തരാനുള്ള, അടുത്ത വെള്ളിയാഴ്ച നിങ്ങളോട് പറയാനുള്ള വചനം ഇനി തൊട്ടുള്ള ശനിയാഴ്ച തൊട്ട് അടുത്ത വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ദൈവം എന്നെ ഏൽപ്പിക്കും. അടുത്ത വെള്ളിയാഴ്ച പറയാനുള്ള വചനമേ തുടർന്നുള്ള 5-6 ദിവസങ്ങളിൽ ദൈവം ഏൽപ്പിക്കും. ആ ഏൽപ്പിച്ച വചനമാണ് നിങ്ങളോട് പറയുന്നത്. കഴിഞ്ഞ 5-6 ദിവസം എന്നെ ഏൽപ്പിച്ച കാര്യമാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. അടുത്ത ആഴ്ച എന്നാ പറയേണ്ടത് ഇന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം അത് ഏൽപ്പിക്കും. ഇവിടെ വരുന്ന ജനത്തിന്, അല്ലെങ്കിൽ ഇത് പല ഭാഗത്ത് കേൾക്കുന്ന ആളുകൾക്ക് ഏത് വചനമാ ഈ സമയത്ത് ആവശ്യം, അത് ആയിരക്കണക്കിന് ആളുകൾക്ക് വിടുതലിനും അഭിഷേകത്തിനും ആശ്വാസത്തിനും കാരണമാകുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. വചനം അയച്ച് സുഖപ്പെടുത്തി. ഇതാ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും വചനത്തിനകത്തുള്ള സൗഖ്യവും, വചനത്തിനകത്തുള്ള വിടുതലും, വചനത്തിനകത്തുള്ള സന്തോഷവും, വചനത്തിനകത്തുള്ള അഭിഷേകവും സ്വീകരിക്കട്ടെ. ഒന്ന് കണ്ണുകൾ അടച്ച് എന്നോട് എൻ്റെ ഒരു സങ്കടത്തിൽ ദൈവം സംസാരിച്ച വചനമാണ് ഒരു നിയോഗമായി നിങ്ങളോട് പറഞ്ഞത്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നുപോയപ്പം ആ ചൂടുള്ള ചുട്ട് പൊള്ളുന്ന വെയിലിലൂടെ മണലെ ചവിട്ടി നടക്കുന്ന സമയത്ത് ദൈവം ഒരു കുട ചൂടി എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം ഒരു കുട ചൂടി. പകൽ മേഘസ്തംഭത്തിന്റെ രൂപത്തിൽ ഒരു കുട ചൂടി. അതെന്തിനാ? ഇസ്രായേൽ ജനത്തിന് ഈ ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ ചൂട് പൊള്ളിക്കാതിരിക്കാൻ. ഇസ്രായേൽ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ഒരു കുട പോലെ ചൂടിയില്ലേ? അങ്ങനെയെങ്കിൽ ഓരോ പ്രിയപ്പെട്ടവരും കേട്ട്, നമ്മളെ ചിലപ്പോ സങ്കടത്തിലൂടെ കടത്തിവിടും. ശത്രുക്കൾ ചവിട്ടി മെതിക്കാൻ ഇടയാക്കും. എല്ലാവരാലും ഒറ്റപ്പെടുത്തും, കുറ്റം പറയും, വിമർശിക്കും, നമ്മളെ കളിയാക്കും, നമ്മളെ മുട്ടുകുത്തിക്കാൻ നോക്കും. നമ്മൾ തീയിലൂടെയും വെള്ളത്തിലൂടെയും കടന്നു പോകുന്ന പോലെ തോന്നും. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, എങ്കിലും അതിനകത്തുകൂടി കടന്നു പോയാലും വിശാലമായൊരു ഭൂമിയിലേക്ക്, അതിനേക്കാൾ ഒരു പടി കൂടി ഉയർന്ന തലത്തിലേക്ക് ദൈവം എന്നെ നിർത്തും. പറഞ്ഞേ ഹല്ലേലൂയ.